ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാൻ വിജയം. സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ ഫലസ്തീനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. മത്സരം ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ 83-ാം മിനിറ്റിൽ മുഹ്സിൻ അൽ ഗസാനിയാണ് ഒമാനു വേണ്ടി ഗോൾ നേടിയത്. ഇതോടെ അടുത്ത റൗണ്ടിലേക്ക് ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാമെന്നുള്ള ഒമാന്റെ പ്രതീക്ഷയും നിലനിർത്താനായി. ആദ്യ പകുതിയിൽ ഗോളൊന്നും അടിക്കാതെ ഇരു ടീമുകളും പിരിയുകയായിരുന്നു. ഒമാൻ 54-ാമത് ദേശീയ ദിനാഘോഷങ്ങളിലേക്ക് കടന്നതോടെ നാടും നഗരവും വർണ്ണശോഭയിൽ. റോയൽ ഒപ്പേര ഹൗസ് ഉൾപ്പെടെ നഗരത്തിലെ വിവിധ കെട്ടിടങ്ങളാണ് മൂവർണ്ണ നിറങ്ങളിൽ മിന്നുന്നത്. വാണിജ്യ സ്ഥാപനങ്ങളിലും ബഹുനില കെട്ടിടങ്ങളിലുമെല്ലാം പതാക നിറങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഇതോടെ രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ ഭംഗി കൂടുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയ പതാകകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഒമാന്റെ തീരപ്രദേശങ്ങളിലും മുസന്തം ഗവർണറേറ്റിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഭാഗികമായിട്ടായിരിക്കും മഴ ലഭിക്കുക. മഴയെത്തുന്ന പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ താപനില താഴുകയും ചെയ്യും. അതേസമയം രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളിലും താപനില താഴുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. മസ്കറ്റിനും സലാലയ്ക്കുമിടയിൽ ഇനി വിമാനയാത്രയ്ക്കായി 9.99 ഒമാനി റിയാൽ മതി. ഒമാന്റെ ബജറ്റ് വിമാനമായ സലാം എയറാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മസ്കറ്റ് സലാല റൂട്ടിൽ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുന്നത്. അടുത്ത മാസം 1 മുതലാണ് ഈ നിരക്ക് നിലവിൽ വരികയെന്ന് സലാം എയർ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ഹാൻഡ് ലഗേജ് മാത്രമാണ് ഈ നിരക്കിൽ കൊണ്ടുപോകാൻ സാധിക്കുക. കുറഞ്ഞ കാലത്തേക്കുള്ള പ്രമോഷന്റെ ഭാഗമായല്ല ഇതെന്നും എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ള സലാം എയറിന്റെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ചുവടുവയ്പ്പാണിതെന്നും അധികൃതർ അറിയിച്ചു. വളരെ കുറഞ്ഞ നിരക്കിലൂടെ എല്ലാവർക്കും താങ്ങാനാകുന്ന തരത്തിൽ വിമാനങ്ങൾ നൽകി മസ്കറ്റിനും സലാലയ്ക്കുമിടയിൽ കൂടുതൽ യാത്രകൾ പ്രോത്സാഹിപ്പിക്കാനാണ് സലാം എയർ ലക്ഷ്യമിടുന്നത്. ചെലവ് കുറഞ്ഞ ബിസിനസ് പുനഃസ്ഥാപിക്കുന്നതിന് സ്വീകരിക്കുന്ന നിരവധി നടപടികളിൽ ഒന്ന് മാത്രമാണ് സലാലയിലേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ഒരുക്കിയിട്ടുള്ളതെന്ന് സലാം എയറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്രിയാൻ ഹാമിൽട്ടൺ മൻസ് അറിയിച്ചു. യാത്രക്കാർക്ക് കൂടുതൽ താങ്ങാനാകുന്ന യാത്രാ ഓപ്ഷനുകൾ നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപഭോക്താക്കൾക്ക് അവരുടെ യാത്രകൾ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ അനുവദിക്കുന്ന കുറഞ്ഞ ചെലവ് മോഡൽ വികസിപ്പിക്കുന്നതിനുള്ള സലാം എയറിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പുതിയ നിരക്ക്. യാത്ര കൂടുതൽ താങ്ങാനാകുന്ന നിരക്കിൽ നൽകാൻ സലാം എയർ പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി. സലാം എയറിന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, ട്രാവൽ ഏജൻസികൾ എന്നിവ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത സെക്ടറുകളിലേക്ക് സൂപ്പർ സെയിലുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ. വെറും 28 റിയാലിന് ജനപ്രിയ സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്താനുള്ള സൗകര്യമാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. നവംബർ 18, 19 തീയതികളിൽ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാവുക എന്നും ഒമാൻ എയർ അറിയിച്ചു. മാലദ്വീപ്, സൂറിച്ച്, മിലാൻ, ഫുക്കറ്റ്, മോസ്കോ, റോം എന്നിവയുൾപ്പെടെയുള്ള എയർലൈനിന്റെ നെറ്റ്വർക്കിലുടനീളം യാത്രക്കാർക്ക് ഈ ഓഫർ ആസ്വദിക്കാവുന്നതാണ്. വൺ വേക്കും റിട്ടേൺ പ്രൊമോഷൻ ലഭ്യമാണ്. യൂറോപ്പ്, ഫാർ ഈസ്റ്റ്, ആഫ്രിക്ക, GCC, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലേക്കുള്ള ചില നഗരങ്ങളിലേക്കും നിരക്കിൽ യാത്ര നടത്താൻ സാധിക്കും. ഈ ഓഫറിൽ നവംബർ 25 മുതൽ ഡിസംബർ 16 വരെയും 2025 ജാനുവരി 20 മുതൽ മാർച്ച് 24 വരെയുമാണ് യാത്ര നടത്താനാകുക. ഓഫറിൽ ഇന്റർലൈൻ അല്ലെങ്കിൽ കോഡ് ഷെയർ ഫ്ലൈറ്റുകൾ ഉൾപ്പെടുന്നില്ലെന്നും മറ്റ് നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണെന്നും അധികൃതർ അറിയിച്ചു. ഒമാൻ എയർ വെബ്സൈറ്റിലൂടെയും ഒമാൻ എയർ മൊബൈൽ ആപ്പിലൂടെയും ട്രാവൽ ഏജൻസികൾ മുഖേനയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒമാൻ സന്ദർശിക്കുന്ന ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സുൽത്താനും ഒമാനി ജനതയ്ക്കുള്ള ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ആശംസകൾ അൽ സയാനി അറിയിച്ചു. ഹമദ് രാജാവിനും ബഹ്റൈനിലെ ജനങ്ങൾക്കും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖും ആശംസകൾ കൈമാറി. പ്രാദേശിക സംഭവ വികാസങ്ങൾ, ഗൾഫ്, അന്തർദേശീയ വിഷയങ്ങൾ
ഒമാനും ബഹ്റൈനും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വഴികൾ എന്നിവയുൾപ്പെടെ പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങൾ ഇരുപക്ഷവും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, ബഹ്റൈൻ ക്യാബിനറ്റ് കാര്യമന്ത്രി ഫൈസൽ അൽ മാൽക്കി, ബഹ്റൈൻ അംബാസിഡർ ഡോക്ടർ ജുമാ ബിൻ അഹമ്മദ് അൽ ഖാബി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് ഇന്ന് നടക്കും. എംബസി പരിസരത്ത് ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടരും. അംബാസിഡർ അമിത് നാരംഗും മറ്റ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാം. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 98282270 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എംബസി അധികൃതരുടെ സഹായം ആവശ്യമായ വിവിധ വിഷയങ്ങൾ ഉണർത്തി ഇന്ത്യക്കാരായ നിരവധി പ്രവാസികൾ കഴിഞ്ഞ ഓപ്പൺ ഹൗസുകളിൽ പങ്കെടുത്തിരുന്നു. ഓപ്പൺ ഹൗസിൽ ഉന്നയിക്കപ്പെടുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ എംബസി ഉദ്യോഗസ്ഥർ യഥാവധി ശ്രദ്ധിക്കുകയും പെട്ടെന്നുള്ള പരിഹാരത്തിനായി സജീവമായി ഇടപെടുകയും ചെയ്യും. വടക്കൻ ബാത്തിനയിലെ സൊഹർ വിലായത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച ഉപയോഗശൂന്യമായ 75 കിലോഗ്രാം മത്സ്യം പിടിച്ചെടുത്തു. പ്രദേശത്തെ വാണിജ്യ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും അളവിലുള്ള മത്സ്യം കണ്ടെടുത്തത്. സംഭവത്തിൽ നിയമ നടപടികളും സ്വീകരിച്ചു. വിൽപ്പനയ്ക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിന് പരിശോധന തുടരുമെന്നും വടക്കൻ ബാത്തിന നഗരസഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സലാലയിൽ കൂടുതൽ ശീതകാല വിമാന സർവീസുകൾ എത്തുന്നു. താഷ്കണ്ടിൽ നിന്നും നേരിട്ടുള്ള ആദ്യ വിമാനം സലാല വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം എത്തി. വാട്ടർ സല്യൂട്ട് നൽകി വിമാനത്താവളം അധികൃതർ വരവേറ്റു. ശീതകാലത്ത് കൂടുതൽ വിനോദസഞ്ചാരികളെ ദോഫാറിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ വിമാന സർവീസുകൾ ഉൾപ്പെടെ ആരംഭിക്കുന്നത്. യൂറോപ്പ്, മധ്യേഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ സലാലയിലെത്തുമെന്നും അധികൃതർ അറിയിച്ചു. ബുറൈമി ഗവർണറേറ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികളുമായി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ആശയവിനിമയം നടത്തി. വിദേശത്ത് ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും മികച്ച ബന്ധം വളർത്തിയെടുക്കുന്നതിനും ഇന്ത്യൻ എംബസി പ്രതിജ്ഞാബദ്ധമാണെന്നും അംബാസിഡർ അറിയിച്ചു. വിവിധ വിഷയങ്ങൾ പ്രവാസികൾ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അംബാസിഡറുടെ ബുറൈമി സന്ദർശനത്തിന്റെ ഭാഗമായി ഓപ്പൺ ഹൗസും നടത്തിയിരുന്നു. ബുറൈമിയിൽ പ്രവർത്തിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന കേന്ദ്രമായ മസൂൺ ഡയറി അംബാസിഡർ സന്ദർശനം നടത്തി. മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു. ഇവിടെ തൊഴിലെടുക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളോടും അംബാസിഡർ ആശയവിനിമയം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.